പുനർജീവൻ ഭരതാശ്രമത്തിലെ ശരീരം തളർന്നിട്ടും മനസ്സ് തളരാത്ത പലവിധ രോഗങ്ങളാൽ കണ്ടു കാണാത്തവർ, അങ്ങനെ പലവിധ രോഗങ്ങൾ നമുക്ക് സുപരിചിതമാണ് പുനർജീവൻ്റെ യാത്രകൾ. 50 നോയമ്പ് 50 ദിവസവും പുനർജീവനിൽ യാത്ര ചെയ്യുന്ന പ്രായശ്ചിത്ത പരിത്യാഗ പ്രാർത്ഥനയുടെ യാത്ര ആരംഭം കുറിച്ചു. ഇന്ന് ഭരതാശ്രമത്തിൽ ആരംഭം കുറിക്കുമ്പോൾ നല്ലൊരു ഒരുക്കം ഈ വർഷം നമുക്ക് കിട്ടുകയുണ്ടായി. അതിന്ന് കുരിച്ചിറപ്പള്ളിയിലെ ലൂർദ് മാതാവിൻ്റെ തിരുനാൾ ദിനത്തിൽ നമ്മുടെ മക്കളെ കൂടി അവരുടെ ഇടവക ജനം രോഗികളുടെ കുർബാന ദിവ്യബലിക്കും കുമ്പസാരത്തിനും തൈലാഭിഷേക ശുശ്രൂഷയിലൊക്കെ പങ്കെടുപ്പിക്കാൻ അവസരമൊരുക്കിയിരുന്നു. അതുപോലെ തന്നെ ദൈവം നല്ല തന്നെ നമ്മുടെ മുരിക്കം പിതാവ് തൻ്റെ സ്ഥാനമാനങ്ങൾക്ക് അപ്പുറത്ത് പ്രായശ്ചിത്തത്തോടെ പരിത്യാഗത്തോടെ നല്ല തണ്ണിയിൽ പാഞ്ചാലി മേട് എന്ന് പറഞ്ഞ സ്ഥലത്ത് മലയുടെ മുകളിൽ ജീവിക്കുന്ന ശൈലിയിലേക്ക് കടന്നു ചെല്ലുവാനും ഒരു സമയം പിതാവിനോടൊപ്പം ചേർന്ന് പിതാവിനോട് ഈ അനുഭവങ്ങളൊക്കെ പങ്കുവച്ചപ്പോൾ പിതാവ് ഞങ്ങൾ ബ്ലെസ് ചെയ്ത് ഒരുക്കി അവിടെ തന്നെ പള്ളിയിൽ കുർബാന കണ്ട് കുർബാന സ്വീകരിച്ച്, അതുപോലെ അവിടെ തന്നെയുള്ള 30ഓളം വർഷങ്ങളായിട്ട് അവിടെ ഒരു മലയുടെ മുകളിൽ കാട്ടിൽ പ്രായശ്ചിത്തത്തോടെ പരിത്യാഗത്തോടെ പ്രാർത്ഥനയോടെ ഒരുക്കത്തോടെ ഇരിക്കുന്ന യുവാക്കളുടെ ഇടയിലേക്ക് കടന്നു ചെല്ലുവാനും അവരോടുകൂടി പ്രാർത്ഥിച്ച് കാട്ടിൽ അവരുടെ ആ കൊച്ചു കുടിലിൽ ആ സഹനത്തിലെ ആ പ്രായശ്ചിത്തത്തിലെ ആ പരിത്യാഗത്തിൽ എത്രയോ അഭിമാനത്തോടും അനുഭവത്തോടും സന്തോഷത്തോടും കൂടി കഴിയുന്ന ആ ത്യാഗപൂർവമായ ഇതിലെല്ലാം പങ്കെടുക്കുവാനും, തുടർന്ന് ചെറുപ്പങ്കിലെ ഭരണങ്ങാനം തുടങ്ങി ആത്മീയമായി നല്ല ഒരുക്കമുള്ള ദേവാലയങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥിക്കുവാനും സാധിച്ചു. തുടർന്ന് ഇന്ന് ശനിയാഴ്ച അതെല്ലാം കഴിഞ്ഞ് വന്ന് ഇന്ന് ഒരുക്കത്തോടു കൂടി പുനർജീവൻ ഭരതബലാശ്രമത്തിൽ 100ഓളം മക്കൾ ഒരുമിച്ച് കൂടി കണ്ടു കാണാത്തവർ, ശരീരം തളർന്നവർ, വീൽ ചെയറിലായിരിക്കുന്നവർ, പ്രായം ബാധിക്കാലുള്ളവർ എല്ലാവരും ഒത്തുചേർന്നിട്ട് ഒരു സഹനയാത്ര പുനർജീവൻ്റെ അടിവാരത്തിൽ നിന്ന് മുകളിലേക്ക് നമ്മുടെ ഫാദർ മനോജ് തോപ്പോ അച്ഛൻ, സാഗർ രൂപത വൈദികനായ അമ്മന തോപ്പച്ചൻ്റെ നേതൃത്വത്തിലും ഇവിടെ വന്നു ചേർന്ന ഓരോരുത്തരും തങ്ങളുടേതായ ആത്മീയമായ ആ വീക്ഷണത്തിലൂടെ ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ് ഞാനിതിൽ നിങ്ങൾക്ക് ചേർത്ത് വയ്ക്കുന്നത്. സാധാരണ കുരിശിൻ്റെ വഴിയൊക്കെ 50 ദിവസവും ആചരിക്കുന്നൊരു പതിവ് പുനർജീവനിലുണ്ട്. ഈ 50 ദിവസവും ഈ കുരിശിൻ്റെ വഴിയും മറ്റും ആചരിക്കുമ്പോൾ ഇവിടുത്തെ ഒറ്റ നിയോഗം 3.5 വർഷമായിട്ട് ഇതാണ്: സഭയുടെ ആത്മീയമായ മേഖലകൾ, പിതാക്കന്മാരെ, വൈദികരെ, സമർപ്പിതരെ, വൈദിക വിദ്യാർത്ഥികൾ, സമർപ്പിത വിദ്യാർത്ഥിനികൾ, മരിച്ചുപോയ വൈദികരുടെ സമർപ്പിത ആത്മാക്കൾക്ക് വേണ്ടി ആരെല്ലാം ത്യാഗത്തോടെ പ്രായശ്ചിത്തത്തോടെ പ്രാർത്ഥിക്കുന്നുവോ അത് യേശുനാഥനോട് ചേർന്നാണ്. സഹനവഴിയിലൂടെ തീർത്ഥയാത്രയാണ് ഞങ്ങൾ ഇതിന് പേരിട്ടിരിക്കുന്നത് തന്നെ. യേശുനാഥൻ്റെ ഈ 50 നോയമ്പ് ആത്മീയമായിട്ട് ഹൃദയത്തിൽ ഒരുക്കുമ്പോൾ അതിന് യേശുനാഥൻ നമുക്ക് വേണ്ടി എല്ലാം സഹിച്ച് സഭയായി സമൂഹത്തിൽ ജാതിമതഭേദമന്യേ സമൂഹത്തിലേക്ക് ഒരു വെളിച്ചമായിട്ട്, ഒരു അനുഗ്രഹമായിട്ട് ഉത്ഥാനം ചെയ്തതിനെ നാം ധ്യാനിക്കണം. അതാണ് യഥാർത്ഥത്തിൽ പുനർജീവനിലൂടെ ദൈവത്തിൻ്റെ ആത്മീയമായ ഒരു ഒരുക്കം. തങ്ങളുടെ കുറവിനേക്കാൾ അപ്പുറത്ത് മറ്റുള്ളവരുടെ വേദനകൾ കണ്ടുകൊണ്ട് സഭയുടെ ആ വലിയൊരു മുന്നേറ്റത്തിൻ്റെ ഒപ്പത്തിന് തങ്ങളാൽ കഴിയുന്ന പ്രാർത്ഥനയോടെ, ത്യാഗത്തോടെ, പ്രായശ്ചിത്തത്തോടെ പലരും, ഞാനൊക്കെ പൂർണ്ണമായിട്ട് ഉപവസിക്കുമ്പോൾ ഒരു ക്ഷീണമില്ലാതെ ഈ ശുശ്രൂഷയ്ക്ക് ചെയ്യാനായിട്ട് തന്നെ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനകളും നിങ്ങളുടെയൊക്കെ ആത്മീയമായ കാഴ്ചപ്പാടുകളൊക്കെയാണ് ഇതിന് സാധിക്കുന്നത് തന്നെ. എന്നോട് പലരും ചോദിക്കും, ഇങ്ങനെ ഭക്ഷണമൊന്നുമില്ലാതെ ജീവിക്കുമ്പോഴും ഇതുപോലെ പ്രവർത്തന ശൈലി ഉണ്ടായിട്ടും എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത്. അതുപോലെ ഇന്ന് ഒല്ലൂർ പുനർജീവൻ തറവാട്ടിൽ മുടിവെട്ടുന്ന ഒരു ശുശ്രൂഷ കണ്ടിന്യൂസ് ഉള്ളതാണ്. സ്പെഷ്യലായിട്ട് എല്ലാവരും നോമ്പ് ആചരണത്തിൽ മുടി വെട്ടാതെ താടി ഓടിക്കാതെ ഒക്കെ പ്രായശ്ചിത്തം അല്ലെങ്കിൽ ഒരു ത്യാഗത്തോടെ ജീവിക്കും.
എന്നാൽ പുനർജീവനിൽ തെരുവിലൊക്കെ സ്ഥിരമായിട്ട് മുടി വെട്ടാതെയും കുളിക്കാതെയും ഒക്കെ നടക്കുന്നവരെ സ്നേഹത്തോടു കൂടി വിളിച്ചു കൊണ്ടുവന്ന് നമ്മുടെ സണ്ണിച്ചേട്ടൻ ഇവിടെ മുടി വെട്ടുന്ന ഒരു ബാർബർ ഷോപ്പുണ്ട്. അവിടുത്തെ സണ്ണിച്ചേട്ടൻ വളരെ സ്നേഹത്തോടു കൂടി തൻ്റെ പ്രായത്തെക്കാളൊക്കെ അപ്പുറത്ത് മുടി വെട്ടി താടി വെട്ടി ഇവിടെ കുളിക്കാനുള്ള സൗകര്യമുണ്ട് പുല്ലൂർ. അതുപോലെ ഒരു ജോഡി വസ്ത്രം, നല്ല ഭക്ഷണം ഇന്ന് ആരംഭം കുറിച്ചിരിക്കുക. അതുപോലെ ഇന്ന് എനിക്ക് കാല് പഴുത്ത് വളരെയധികം ദയനീയമായിട്ട് പുന്നൂക്കര ഒരു ഭവനത്തിൽ കിടക്കുന്ന ഒരു കുടുംബത്തെ ആശ്വസിപ്പിക്കാനായിട്ട് ഒന്ന് പ്രാർത്ഥിക്കുവാനായിട്ട് 2-3 തവണയായി വിളിക്കണം. ഇന്ന് ദൈവാദിന അവസരം ഒരുക്കിയപ്പോൾ യഥാർത്ഥത്തിൽ മറ്റുള്ളവരുടെ വേദനയിലേക്ക് നമ്മളെ കൈപ്പിടിച്ച് നടക്കുന്ന യേശുവിൻ്റെ സാന്നിധ്യമാണ് ഇങ്ങനെയുള്ള പ്രവർത്തന ശൈലികളിൽ പുനർജീവൻ്റെ പ്രവർത്തന ശൈലിയിൽ പുത്രനായ ദൈവം ചേർത്ത് വെച്ച് ഞങ്ങളെ ഒരുക്കുന്നത്. അതിനാലാണ് ഞാനിപ്പോൾ ഈ കുരിശിൻ്റെ വഴിയുടെ പ്രാച്യപരിത ശുശ്രൂഷ നിങ്ങൾക്ക് ഇട്ടത്. ഒരു പാർട്ടി എനിക്ക് 5-8 ചാക്കുകൾ അരികൾ തന്നിരുന്നു. അതെല്ലാം ഇന്ന് ശുശ്രൂഷയിൽ പങ്കെടുത്ത വീടുകളിൽ നിന്ന് വന്ന നിരന്തരാലംബരും വയ്യാത്തവരൊക്കെ അവർക്ക് സന്തോഷത്തോടുകൂടി കൊടുക്കുവാനായിട്ട് സാധിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു പ്രയർ ടീമിൻ്റെ പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഒത്തിരി ചോറ് എത്തിയത്. എല്ലാവർക്കും വീട്ടിലേക്ക് മടങ്ങി പോകുമ്പോൾ അതുപോലെ 2 ആശ്രമത്തിലും വൈകുന്നേരത്തേക്ക് ഭക്ഷണം ആ കൂട്ടായ്മയിൽ നിന്ന് വന്നപ്പോൾ ഓരോരുത്തരും വീടുകളിലേക്ക് ഇവിടെ നിന്ന് ലഭിച്ച അരിയും ഇന്ന് വൈകുന്നേരം വയ്ക്കേണ്ട ഭക്ഷണവുമായിട്ടാണ് വീടുകളിലേക്ക് പോയിരിക്കുന്നത്. കൃത്യമായ ദൈവത്തിൻ്റെ പരിപാലന നാം ഒന്ന് ചേർന്ന് നിന്ന് കൊടുത്താൽ മതി. നമ്മളുടേതായ വേദനകൾക്കപ്പുറത്ത് മറ്റുള്ളവരുടെ വേദന കാണുക. ഒപ്പം സഭയുടെ വൈവിധ്യമാർന്ന മേഖലകൾക്ക് തങ്ങളാൽ കഴിയുന്ന ഒരു പ്രാർത്ഥന ഉണ്ടാവുക, തങ്ങളാൽ കഴിയുന്ന ഒരു സമർപ്പണ ജീവിതമുണ്ടാകുമ്പോൾ ഇതാണ് യഥാർത്ഥത്തിൽ പുനർജീവൻ്റെ യാത്രയിലെ ഏറ്റവും സമ്പന്നതയായിട്ടുള്ള, ഏറ്റവും പൂർണ്ണതയിൽ യാത്ര ചെയ്യുവാനായിട്ട് സാധിക്കുന്നതിൻ്റെ അടിസ്ഥാനം. പലപ്പോഴും എന്നോട് പലരും ചോദിക്കും, ഇതെങ്ങനെയാണ് ഇതിന് വരുമാനമില്ലാതെ സ്ഥാപനം നടക്കുന്നത്? ഇവിടെ വരുന്നവരും വന്നു പോകുന്നവരും ഇവിടുത്തെ വരുന്ന വയ്യാത്ത മക്കളും താമസിക്കുന്ന മക്കളും എല്ലാം തങ്ങളുടെ വേദനകളും തങ്ങളുടെ സഹനങ്ങളും മറ്റുമായിട്ടാണ് ഇങ്ങോട്ട് വരിക. എന്നാൽ പലപ്പോഴും കുറച്ച് നാൾ കഴിയുമ്പോൾ തങ്ങളുടെ സഹനങ്ങൾക്ക് അപ്പുറത്ത് സെയിം സഹനങ്ങൾ, ഇപ്പോൾ ക്യാൻസറാണെങ്കിൽ ക്യാൻസർ രോഗത്താൽ വിഷമിക്കുന്നവരുടെ വേദനകൾ ഏറ്റെടുത്ത് എന്നെ വിളിച്ച് പറയും. അപ്പോൾ ഇവർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെയും വിടുതൽ കിട്ടുന്നു, ഇവർക്കും കിട്ടുന്നു. കൊറോണ കാലത്ത് പുനർജീവനിലുണ്ടായിരുന്ന ശുശ്രൂഷ കംപ്ലീറ്റ് കൊറോണ വന്നവരുടെ കുടുംബാംഗങ്ങൾക്കും പരിചരിക്കുന്നവർക്കുമായിരുന്നു. അന്നാണ് ഞാൻ ഈ ചാക്ക് വസ്ത്രം അണിഞ്ഞത്. ഞാനും കൂടുതൽ ഒരുക്കത്തോടു കൂടിയായിരിക്കുവാനായിട്ട്, പ്രാർത്ഥിത്തോടെ പരിത്യാഗത്തോടെ വിളിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, വേദനിക്കുന്നവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാൻ ഈ ചാക്ക് വസ്ത്രം ഇതിൻ്റെ ഒരു സന്തോഷം ഞാൻ ഇന്നും ആസ്വദിക്കുക. ഇപ്പോൾ ഈ ചൂടുകാലത്തൊക്കെ എന്നെ കാണുമ്പോൾ ചോദിക്കും. ഇപ്പോൾ ഇന്നലെ ശനിയാഴ്ച നല്ല തണ്ണി പോയപ്പോൾ നല്ല തണവാണ്. എൻ്റെ കൂടെയുള്ളവരൊന്നും വണ്ടിയിൽ നിന്ന് ഇറങ്ങിയില്ല തണവത്ത്. എന്നാൽ ഈ ചാക്ക് വസ്ത്രം എനിക്ക് അവിടെ ആ സാഹചര്യത്തിൽ അതൊരു അനുഗ്രഹമായി മാറി. അവിടെ അടഞ്ഞു കിടക്കുന്ന പള്ളിയുടെ നടവാതിലിനവിടെ വരാന്തയിൽ ഇരുന്ന് കിടന്നും ജപമാല ചൊല്ലിയും കരണമൊന്ന് ചൊല്ലി പുലർച്ചെ 3 മണിക്ക് എന്തൊരു രസമായിരുന്നു ആ ശാന്തതയിൽ. ആ പ്രതീക്ഷിതമായി ചെന്നപ്പെട്ട ഒരു സ്ഥലത്ത് യേശുവിനെ ഉൾക്കൊള്ളുവാനായിട്ട്, അനുഭവിക്കാനായിട്ട്, പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥം നേടുവാനായിട്ട്. നമ്മുടെ അനുദിന ജീവിതത്തിൽ പല വേറിട്ട വ്യത്യസ്തമായ നമ്മളാൽ കടന്നു പോവില്ല എന്നുള്ള പലതും കടന്നു വരും. എന്നാൽ വരാൻ പോകുന്ന വലിയൊരു കടന്നുപോക്കലിൽ ഈ ചെറിയ കടന്നുപോക്കൽ അനുഗ്രഹമായി മാറുമെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്കവിടെ ഉത്ഥാനത്തിൻ്റെ ഒരു പുനർജീവൻ്റെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. അതാണ് പുനർജീവൻ ഇത്രയും സമ്പന്നതയിലായിരിക്കുന്നത്. എന്നാൽ ഇവിടെ ഒന്നുമില്ല, ഒരു വരുമാന മേഖലയും ഇല്ല. എന്നാൽ യേശുനാഥനോട് ചേർന്ന്, സഹനത്തോട് ചേർന്ന്, മറ്റുള്ളവരുടെ വേദന കണ്ടുമുട്ടി, മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്ന പുനർജീവൻ്റെ വ്യത്യസ്തമായ അനാരോഗ്യരായ മക്കളുടെ, അല്ലെങ്കിൽ ഇവിടെ പല വേദനകളുമായിട്ട്, കുടുംബപരമായിട്ട്, ജീവിത സാഹചര്യമായിട്ട്, ബിസിനസ് പരമായിട്ട്
കുടുംബത്തിൻ്റേതായിട്ടുള്ള വ്യത്യസ്തമായ രോഗമേഖലകളിലായിട്ടുള്ളവരെല്ലാം കടന്നു വരുമ്പോൾ അവർക്കെല്ലാം പുനർജീവനിൽ നിന്ന് ഉൾക്കൊള്ളാൻ കഴിയുന്നത് ഇവിടെ ഈ അനാരോഗ്യരും സന്തോഷത്തിലും പ്രാർത്ഥനയിലുമായിരിക്കുന്നു. അവർ ഭക്ഷണം പങ്കുവെച്ച് കഴിക്കുമ്പോൾ തങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രോഗ്രാമിലും കാണാത്തൊരു സന്തോഷം അനുഭവിക്കുമ്പോൾ തങ്ങളുടേതായിട്ടുള്ള കാഴ്ചപ്പാടിൽ ഒരു മാറ്റം വരുമ്പോൾ അവരിലൊരു പുനർജീവൻ സംഭവിക്കുന്നു. അവരുടെ വിവാഹ തടസ്സമാണെങ്കിൽ, അനാരോഗ്യ പ്രശ്നമാണെങ്കിൽ, തകർച്ചയാണെങ്കിൽ അതേ തകർച്ചയുള്ള അനാരോഗ്യമുള്ള അല്ലെങ്കിൽ വിവാഹ തടസ്സമുള്ളവരെ തിരിച്ചറിഞ്ഞ് കണ്ട് പ്രാർത്ഥിക്കുമ്പോൾ, എന്നയാൽ കൂടുന്ന ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ആ ജനങ്ങളിലിടയിലും മാറ്റം വരുന്നു, ഇവരുടെ ജീവിത സാഹചര്യത്തിലും മാറ്റം വരുന്ന ഒരു പുതിയൊരു പുനർജീവൻ. അതാണ് ഈ ആത്മീയ യാത്രയിൽ, ഈ പ്രായശ്ചിത്ത യാത്രയിൽ, ഈ സഹന വഴിയിലുള്ള ഈ തീർത്ഥയാത്രയിലൂടെ അനുഭവിക്കുന്നത്. അത് തന്നെയാണ് ഈ 50 ദിവസവും